ഹലോ. ഹലോ, ലിയാക്കത്തല്ലേ? അതെ. എൻ്റെ പേര് ഫുആദ് എന്നാണ്. ഞാൻ മണ്ണാർക്കാട് നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ. എനിക്ക് കുറച്ച് ഡൗട്ട്സ് ഉണ്ടായിരുന്നു. നിങ്ങൾ ഫ്രീ ആണോ? അതെ. ആ ഡൗട്ടോ? ആ നിങ്ങൾ ചില വീഡിയോസിൽ പറയുന്നതായിട്ട് ശ്രദ്ധിച്ചു, ഐസിസ് ആണ് ഇസ്ലാം എന്നുള്ള രീതിയിൽ. ഏത് വീഡിയോയിലാ? പഴയ കുറച്ച് വീഡിയോസ് ആണ്. ആ, അപ്പോൾ ഐസിസ് ആണ് ഇസ്ലാം എന്നാണോ അതോ ഐസിസും ഇസ്ലാം ആണെന്നാണോ? ഐസിസ് പ്രതിദാനം ചെയ്യുന്നതാണ് ശരിക്കുള്ള ഇസ്ലാം എന്നുള്ള രീതിയിൽ. അങ്ങനെ ആവില്ല. ഐസിസ് ഇസ്ലാം അല്ല എന്നുള്ള വാദം തെറ്റാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? ഐസിസ് ഇസ്ലാമിന്റെ ഖിലാഫത്ത് പുനഃസ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. എന്തു വെച്ചിട്ടാണ് നമ്മൾ ഐസിസ് ഇസ്ലാം അല്ല എന്ന് പറയാം? ഇപ്പോൾ നമ്മള് സ്വാഭാവികമായിട്ടും നമ്മൾ ഫോളോ ചെയ്യുക പണ്ഡിതന്മാരെയാണ്. എങ്ങനെ? അല്ലെ, പണ്ഡിതന്മാരെയാണ് നമ്മൾ ഫോളോ ചെയ്യുക. അല്ല, ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഖുറാനും ഹദീസും അല്ലേ? പക്ഷെ അത് ഇജ്മാഉം ഇന്റർപ്രറ്റ് ചെയ്ത് ഖിയാസും ഒക്കെ തരേണ്ടത് വരും. പണ്ഡിതന്മാരല്ലേ? ആയിക്കോട്ടെ. അപ്പൊ ഇജ്മാഉം ഖിയാസും എന്ന് പറഞ്ഞാൽ അത് അത് വരും, പണ്ഡിതന്മാരുടെ അത് വരും, കോഴ്സാണ്. കുഴപ്പമില്ല. പക്ഷെ അതിന്റെ ഇസ്ലാം അത് ഇസ്ലാമാണോ അല്ലേന്ന് നമ്മൾ എന്തിന്റെ അടിസ്ഥാനത്തിലാ പണ്ഡിതന്മാര് പറയേണ്ടത്? എന്തിന്റെ അടിസ്ഥാനത്തിലാ? ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ ഇജ്മാ എന്ന് പറഞ്ഞല്ലോ. ഇജ്മാ ഇപ്പോ പണ്ഡിതന്മാരുടെ അഭിപ്രായമാണല്ലോ. അപ്പോ ഖിയാസും അതേപോലെ തന്നെ പണ്ഡിതന്മാരാണ് ചെയ്യേണ്ടത്. അതെ. അല്ലെ? ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്. ഞാനിപ്പോ അങ്ങോട്ട് വിളിക്കാം. ഒരു കോള് നിരന്തരമായിട്ട് വരുന്നു. ഓക്കെ. അല്ല, ഒന്ന് ഹോൾഡിൽ വെക്കോ. പറയ്. അപ്പൊ ഇജ്മാ എന്ന് പറയുന്നൊക്കെ പണ്ഡിതന്മാർ. പറയ്. അപ്പൊ ഇജ്മാ എന്ന് പറയുമ്പോഴും ഖിയാസ് എന്ന് പറയുമ്പോഴും അവിടെ പണ്ഡിതന്മാർക്ക് തന്നെയാണ് പ്രാതിനിധ്യം ഉള്ളത്. അതെ. അപ്പൊ ഇത് നമ്മള് പൊതുവെ ഇസ്ലാമിന്റെ ഇന്റർപ്രിട്ടേഷൻസ് എടുക്കേണ്ടത് പണ്ഡിതന്മാരെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എടുത്തോ, കുഴപ്പമില്ല. പക്ഷെ പണ്ഡിതന്മാരുടെ ഇന്റർപ്രിട്ടേഷൻ ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾക്ക് വിരുദ്ധമായാൽ നമ്മൾ എന്ത് ചെയ്യും? ഇസ്ലാമിന്റെ ഏത് അടിസ്ഥാന പ്രമാണത്തിനാണ് അവരെങ്ങനെ വിരുദ്ധമാവുക? അല്ല, അങ്ങനെ വന്നാൽ എന്ത് ചെയ്യും? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അള്ളാഹുലേക്ക് റസൂലിലേക്ക് മടങ്ങണം. അതെ. ഇനി ഞങ്ങൾ പറഞ്ഞോളൂ. അല്ല, അപ്പൊ ഏത് അടിസ്ഥാന പ്രമാണത്തിനനുസരിച്ചിട്ടാണ് ഐസിസ് ഇസ്ലാം ആവുന്നത്? ഇസ്ലാം ഖുർആന്റെ അടിസ്ഥാന പ്രമാണമാണ്. ഇസ്ലാമിക ഖിലാഫത്ത് സ്ഥാപിക്കാൻ വേണ്ടി പരിശ്രമിക്കേണ്ടത് മനുഷ്യന്റെ ബാധ്യതയാണ് എന്നാണ് മതം പഠിപ്പിച്ചിട്ടുള്ളത്. അതാണ് മുഹമ്മദ് നബി ചെയ്തത്. അതെ, അതന്നെയാണ് അവർ ഐസിസ് ചെയ്തത്. പക്ഷെ അവിടെ പ്രശ്നമുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും ഒരു നിലനിൽക്കുന്ന ഭരണാധികാരിക്കെതിരെ ഖുറൂജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവര് ഖവാരിജാണ്. അപ്പൊ ഖുറൂജ് ചെയ്യുന്ന സമയത്ത് തന്നെ അവര് ആയിഷ മുഹമ്മദ് നബിയുടെ ഭാര്യ ആയിഷ ഖവാരിജാണോ? ആയിഷ റളിയല്ലാഹു അൻഹു ഖുറൂജ് ചെയ്തിട്ടില്ല. ആയിഷ റളിയല്ലാഹു അൻഹു രണ്ട് കൂട്ടം ആൾക്കാർക്കിടയിൽ സന്ധി സംഭാഷണത്തിനാണ് പോയത്. അത് വേറെ വിഷയമാണ്. അല്ല, അപ്പൊ അലിയും പിന്നെ ഫാത്തിമയും ഖവാരിജാക്കളാ? അല്ല, അവർ അബൂബക്കറിന്റെ ഖിലാഫത്ത് അംഗീകരിച്ചില്ലല്ലോ. ഫാത്തിമ മരണം വരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അത് ഷിയാക്കളുടെ ഇന്റർപ്രിട്ടേഷൻ ആണ്. ഷിയാക്കളുടെ ഇന്റർപ്രിട്ടേഷനോ? ഷിയാക്കളുടെ ഇന്റർപ്രിട്ടേഷൻ ആണ്. അവരെ അംഗീകരിച്ചിട്ടില്ല എന്നുള്ളത്. അവരൊക്കെ ബൈഅത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ ഫാത്തിമ ബീവി ബൈഅത്ത് ചെയ്തതിന്റെ ഒരു തെളിവ് തരുമോ, റെഫറൻസ്? ഒന്നാമതൊരു സ്ത്രീ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ബൈഅത്ത് പോയി കയ്യിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. അലി റളിയല്ലാഹു അൻഹു ബൈഅത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ ഒരു പണ്ഡിതനൊന്നല്ല, കേട്ടോ. അതാദ്യം പറയാം, ഞാൻ നിങ്ങളോട് തർക്കിക്കാനൊന്നും വിളിച്ചതല്ല. ഫാത്തിമയുടെ മരണശേഷം ആണ് ബൈഅത്ത് ചെയ്തത്. വേറെ ഗത്യന്തരം ഇല്ലാതെ ബൈഅത്ത് ചെയ്തതാണ്. അല്ലല്ല, അന്ന് വീട്ടിലുണ്ടായിരുന്നു എന്നാണ് എന്റെ. റെഫറൻസ് തരാം. റെഫറൻസ് എടുത്തോളൂ. നമ്മൾ ഐസിസിന്റെ പ്രവർത്തന രീതിയിൽ ഇസ്ലാമിക വിരുദ്ധമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. എന്തൊക്കെയാ? ഒന്ന്, അവര് മുസ്ലിങ്ങൾക്കെതിരാണ്. ഒന്നാമതായിട്ട് ഇസ്ലാം മുസ്ലിങ്ങൾക്കെതിരല്ല. അതായത് നിലനിൽക്കുന്ന ഭരണകൂടം പിന്നെ ഇപ്പൊ കർബല ഉദാഹരണമാണ്. കർബലയില് പിന്നെ ഹുസൈൻ എന്ന് പറയുന്ന മുഹമ്മദ് നബിയുടെ പേരക്കുട്ടി, പുള്ളിനെ ഖവാരിജായിട്ട് നമ്മൾ ഉൾപ്പെടുത്തോ? ഇല്ല. നിലനിൽക്കുന്ന ഇസ്ലാമിക ഭരണത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിട്ടില്ല. അദ്ദേഹത്തിന് 40-ലധികം കത്തുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു അവിടുത്തെ ആൾക്കാർ ബൈഅത്ത് ചെയ്യാന്ന് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെയാണ് പോയിട്ടുള്ളത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നിലനിൽക്കുന്ന, അത് മാത്രല്ല, അവിടെ എന്ത് പറ്റി? അത് ഫോൺ ഓഫ് ആയി പോയി. ഞായറാഴ്ച അല്ലേ, ഫോൺ അങ്ങനെ ശ്രദ്ധിക്കാറില്ല. ഇനി ഒന്ന് ആദ്യം തുടങ്ങാം, അല്ലെങ്കിൽ ഇതൊരു സുഖം ഉണ്ടാവില്ല.
അല്ല, ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ മുഹ്സിൻ പണ്ഡിതന്മാരിൽപ്പെട്ട ആളാണ്. അപ്പൊ അവരൊക്കെ ഈ ഇവരുടെ ആദ്യകാലത്തിൽ തന്നെ ഇവരെന്ത് ചെയ്യാണ്, ഇവരുടെ വിലക്കാണ്. ഏത് മുഹ്സിന്? ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അബ്ബാദ് അൽ ബദർ ഹഫിളഹുല്ലാ, മദീനയിലെ പണ്ഡിതനായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള പല ആളുകളും എന്ത് ചെയ്യാണ്, ഇവരെ കുറിച്ചിട്ട് അവരുടെ ഏറ്റവും ഫസ്റ്റ് സ്റ്റേജിലെ വാൺ ചെയ്യാണ്. ആ സമയത്ത് മനോരമ പോലും ഇവർക്ക് വേണ്ടിയിട്ട് എഴുതുന്നുണ്ട്. മനോരമ ഇവരെ നഴ്സുമാരെ സംരക്ഷിച്ച കേസില് ICC വിമതർ എന്ന് പറഞ്ഞിട്ട് ഇവരെ കുറിച്ച് നല്ലത് എഴുതിയിട്ടുണ്ടായിരുന്നു. പല പത്രങ്ങളും BBC അടക്കം പല പത്രങ്ങളും ഇവരെ കുറിച്ചിട്ടില്ലേ നല്ലത് എഴുതിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് മുസ്ലിം ഉമ്മത്തിലെ ഉലമാക്കള് ഇവർക്കെതിരെ എഴുതുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു കൂട്ടം ആൾക്കാരെ കുറിച്ചിട്ട് അതിന്റെ തുടക്കത്തിൽ ഏറ്റവും ഫസ്റ്റ് സ്റ്റേജിൽ മുസ്ലിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, അവർക്കെതിരെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് എങ്ങനെയാണ് നമുക്കത് മുസ്ലിങ്ങളെതിരെ പറയുന്നു എന്നുള്ളത് കൊണ്ട് കാര്യമില്ല. കാരണം ജനാധിപത്യവും മതനിരപേക്ഷതയും ഒക്കെ സ്വപ്നം കാണുന്ന ഒരുപാട് മനുഷ്യര് ഇസ്ലാമിക ലോകത്തുണ്ട്. ഇസ്ലാമിക ലോകത്ത് ഇസ്ലാമിക സമൂഹങ്ങൾക്കകത്ത് ജീവിക്കുന്നുണ്ട്. ഇസ്ലാം എന്ന് പറയുന്നത് അത് സമ്പൂർണമായിട്ടുള്ള മതത്തിന്റെ ആധിപത്യം, അതിന് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കാൻ മനുഷ്യരെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഐഡിയോളജിയാണ്, ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജിയാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രദേശത്ത് സമ്പൂർണമായിട്ടുള്ള ഖിലാഫത്ത് സ്ഥാപിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുമ്പോൾ അത് ചെയ്യുകയും അത് നിലനിർത്തുകയും ചെയ്യേണ്ടത് ഇസ്ലാമിക ഭരണകൂടങ്ങളുടെ ബാധ്യതയാണ്. അത്തരം ഭരണകൂടങ്ങൾ ഇസ്ലാമിക ഖിലാഫത്തിൽ നിന്ന് വിട്ടുവീഴ്ച ചെയ്ത് അനിസ്ലാമികമായ സംഘങ്ങളോട് സഖ്യങ്ങളോട് സഹകരിക്കുമ്പോൾ അത് അവിടുത്തെ ജനതക്ക് തന്നെ ആ ഭരണകൂടത്തിനെതിരെ നിൽക്കാനും പ്രത്യേകമായിട്ടുള്ള സംഘങ്ങൾ രൂപീകരിച്ച് ബൈഅത്ത് ചെയ്യാനും ഒക്കെയുള്ള സാഹചര്യം സൃഷ്ടിക്കും, ഇല്ലേ? ഇസ്ലാമിക ജിഹാദുമായി ബന്ധപ്പെട്ട് ഞാൻ പറയാം. ഇസ്ലാമിക ജിഹാദുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചില മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾക്ക് എന്താ പറയാ, അത് പൂരിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ മാനദണ്ഡങ്ങൾ അതിന്റെ ഷർത്തുകൾ ഒപ്പിച്ചുകൊണ്ട് ഒരു കൂട്ടം മനുഷ്യർക്കും ഇസ്ലാമിക ഖിലാഫത്തിന് വേണ്ടിയിട്ടുള്ള സമരത്തിൽ ഏർപ്പെടാൻ കഴിയും. മതപരമായിട്ട് അതിന് യാതൊരു തടസ്സമില്ല. മതപരമായിട്ട് നമുക്ക് എന്താ തടസ്സം? ഒന്ന് ഇപ്പൊ തൊലബുൽ ജിഹാദുമായിട്ട് ബന്ധപ്പെട്ട കിതാബുകൾ നോക്കിയാൽ മനസ്സിലാവും. ഒന്ന് ഖുവത്ത് ഉണ്ടാവണം എന്നുള്ളത്. എന്താണ് ഖുവത്ത്? ശക്തി. ശക്തി എങ്ങനെ ഉണ്ടാവുക? അത് ഭരണാധികാരിക്ക് കീഴിൽ നിന്ന് രണ്ടാമത് ഭരണാധികാരി അനിസ്ലാമിക ഭരണത്തിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഇസ്ലാമിക ഖിലാഫത്തിന് വിരുദ്ധമായൊരു ശക്തിയായി മാറുന്നു. അത്തരം ശക്തികളോട് സഖ്യം ഉണ്ടാവുന്നു. ഇപ്പൊ ഉദാഹരണത്തിന് ഇറാഖിൽ അപ്പൊ എന്ത് ചെയ്യും അവര്? തലബുൽ ജിഹാദ് അനുസരിച്ച് എന്ത് ചെയ്യണം? അവർക്ക് ജിഹാദ് ചെയ്യാൻ പറ്റില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കേൾക്കുക, അനുസരിക്കുക. ആരനെ? അത് ഭരണാധികാരി. ഇസ്ലാമിക കാര്യങ്ങളിൽ അടിമയായ ഒരു മതപരമായ കാര്യങ്ങളിൽ നിഷ്ഠയുള്ള ആളാണെങ്കിലല്ലേ? അല്ലല്ല, നിഷ്ഠ മീൻസ് ഇസ്ലാമിക ഖിലാഫത്ത്. ഒരു മിനിറ്റ്. ഇപ്പൊ അഫ്ഗാനിസ്ഥാനില് ഇവര് ഭരണം പിടിച്ചത് ഇസ്ലാമികമാണോ അല്ലേ? അല്ല, അഫ്ഗാനിസ്ഥാന്റെ കേസ് നമുക്ക് അതിലേക്ക് വരാം. നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ വിജയിച്ച് നിൽക്കുന്ന ഒരു കേസ് നമുക്ക് ഉദാഹരിച്ച് പറയാം. ഇപ്പൊ അഫ്ഗാനിസ്ഥാനില് അമേരിക്കയിലെ ജനാധിപത്യ ഭരണകൂടത്തിനെതിരെ സായുധ വിപ്ലവം നടത്തി അധികാരം പിടിച്ചെടുക്കുന്നത് ഇസ്ലാമികമാണോ അനിസ്ലാമികമാണോ? പിൻവലിക്കുകയാണ് ചെയ്തത്. ആയിക്കോട്ടെ. ആ സമയത്ത് അവിടെ യുദ്ധം നടന്നു എന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ അവിടെ അമേരിക്ക അവരുടെ സിറിയയിലോ? സിറിയയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ യുദ്ധം നടന്നിട്ടില്ലല്ലോ. സിറിയയില് ഇപ്പൊ എങ്ങനെ അധികാര കൈമാറ്റം ഉണ്ടായത്? അവിടെ അവര് HTS വന്നപ്പോൾ തന്നെ അവര് പിന്മാറുകയാണ് ചെയ്തത്. അപ്പൊ അങ്ങനെ ചെയ്യുന്നത്, അങ്ങനെ സംഘടിക്കുന്നതും ഭരണം പിടിക്കാൻ വേണ്ടി വരുന്നതും അനുവദനീയമാണ് ഇസ്ലാമില്? അത് വേറെ വിഷയമാണ്. ഞാൻ ചോദിക്കുന്ന വിഷയം ഞാൻ പറയാം. ഇതൊക്കെ ഉദാഹരണം. അപ്പം വിജയിച്ചതിന് ന്യായം കണ്ടെത്തുകയും ഒരല്പം ഭാഗികമായി വിജയിച്ച് പിന്നെ പരാജയം അടഞ്ഞതിനെ തള്ളിക്കളയുകയും ചെയ്യുക എന്നുള്ളതാണ് IS-ന്റെ കാര്യത്തിൽ ചെയ്യുന്നത്. അല്ല, അവിടെ വ്യത്യാസമുണ്ട്. എന്താണ് വ്യത്യാസം? HDS-ഉം അതേപോലെ തന്നെ നമ്മുടെ അഫ്ഗാനിസ്ഥാനിലെ താലിബാനും ISIS-ഉം തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് പറയോ? ISIS-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും ആദ്യ കാലത്ത് തന്നെ ഏറ്റവും സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ ഇവരെ കുറിച്ച് നല്ലത് പറയുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഉലമാക്കൾ അവർക്കെതിരെയുള്ള ഫത്വ കൊടുത്തിട്ടുണ്ട്.
അവര് ഖവാരിജ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഐസിസ് ആരംഭിച്ച ആദ്യത്തെ ദിവസം, അതായത് അബൂബക്കർ അൽ ബഗ്ദാദി സ്റ്റേജിൽ കയറി പ്രസംഗിച്ച ദിവസം അദ്ദേഹം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ സ്പീച്ച് കട്ടെടുത്തിട്ട് അതേ രൂപത്തിൽ തന്നെ സംസാരിച്ച്. അപ്പൊ അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ആളല്ലാന്ന്, അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞ പോലെ. അതിന് മുഹ്സിൻ അബ്ബാദ് അൽ ബദർ ഏറ്റവും ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ ഡെമോക്രസിക്കെതിരെ സംസാരിക്കുന്ന ആളാണ് മുഹ്സിൻ അബ്ബാദ് അൽ ബദർ. അതേപോലെ തന്നെ ഖിലാഫത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചിട്ട് ദർസുകൾ എടുക്കുന്ന ആളാണ് മുഹ്സിൻ അബ്ബാദ് അൽ ബദർ. അദ്ദേഹം അവിടുന്ന് പറഞ്ഞു, അതെ നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മോശപ്പെട്ട മനുഷ്യനാണ് അയാളെന്ന്. അതെ, അബൂബക്കർ അൽ ബഗ്ദാദി. അപ്പൊ അബൂബക്കർ അൽ ബഗ്ദാദിയുടെ കേസ് ഇസ്ലാമിക പണ്ഡിതന്മാർ കണ്ടിട്ടുള്ളത് വേറെ രീതിയിലാണ്. കാരണം അയാള് നിലനിൽക്കുന്ന ഭരണകൂടങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇസ്ലാമിക പണ്ഡിതന്മാർ ഈ ഭരണകൂടത്തിനെതിരായി വരാൻ സാധ്യതയുള്ള ഒരു ഇസ്ലാമിക് മൂവ്മെന്റിനെതിരെ സംസാരിക്കുക എന്ന് പറയുന്നത് പൊളിറ്റിക്സിൽ സാധാരണല്ലേ? നമ്മളിവിടെ നോക്കൂ, അബൂബക്കർ അൽ ബാഗ്ദാദി പറയട്ടെ, അബൂബക്കർ അൽ ബാഗ്ദാദി എന്ന് പറയുന്ന ആള്, അബൂബക്കർ അൽ ബാഗ്ദാദിക്ക് മുമ്പ് തന്നെ ISIS ഉണ്ടല്ലോ. മീൻസ് അത് മറ്റൊരു പേരിൽ അത് അവിടെ ഉണ്ടല്ലോ. അപ്പോഴും അതിനെതിരെ സംസാരിച്ചിട്ടുണ്ട്. പറയട്ടെ. അപ്പൊ ഈ സമയത്തും അവരത് രൂപീകരിക്കുന്ന സമയത്തും അവരും ഇസ്ലാമിക ഖിലാഫത്തും ജിഹാദും നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ആളുകൾ സംഘടിക്കലും ശക്തിയാർജിക്കലും ബൈഅത്ത് ചെയ്യലും എല്ലാ ഷർത്തുകളും പൂരിപ്പിച്ചിട്ടുണ്ട്. ഇല്ലേ? ഇല്ല, ഉണ്ട്. ഇല്ല. അവരുടെ തൊലബുൽ ജിഹാദിന്റെ ഉസൂലുകൾ ഒരു രീതിയിലുള്ള ഷർത്തുകൾ അവർ ചെയ്തിട്ടില്ല. ഉണ്ട്. അവരുടെ ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നല്ലോ, ഭരണാധികാരിയുടെ കീഴിലല്ല അവർ യുദ്ധം ചെയ്തത്. ഭരണാധികാരി അതായത് ഇസ്ലാമിക ഖിലാഫത്ത് ഇല്ലാത്തൊരു സ്ഥലത്ത് ജിഹാദ് ഇല്ലേ? അപ്പോ ഇസ്ലാമിക ഖിലാഫത്ത് ഇല്ലാത്തൊരു സ്ഥലത്ത് ഇസ്ലാമിക ഖിലാഫത്തിന്റെ കീഴിലാണോ ജിഹാദ് നടക്കേണ്ടത്? തീർച്ചയായിട്ടും. ഇസ്ലാമിക ഖിലാഫത്ത് ഇല്ലെങ്കിൽ ജിഹാദ് നടത്താൻ പാടില്ല. ഇസ്ലാമിക ഭരണാധികാരിയുടെ കീഴിലായിട്ടാണ് ജിഹാദ് നടക്കേണ്ടത്. അതിന് സുൽത്താൻ ആയിക്കോട്ടെ. ഈ സുൽത്താൻ എത്ര ഏരിയയുടെ സുൽത്താൻ ആയിരിക്കണം? അവരെ മുസ്ലിങ്ങൾ അംഗീകരിക്കുന്നതായിരിക്കും. മതി. അതാണ് ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഒരു പ്രത്യേക പ്രദേശത്ത് ഒരു ഖലീഫയായിട്ട് ഒരാളെ ബൈഅത്ത് ചെയ്താൽ ആ ഗ്യാങ്ങിന്റെ ആരംഗീകരിക്കണമെന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ആരംഗീകരിക്കണമെന്നില്ല പറഞ്ഞത് കുഫാറാന്നാണ്. അപ്പൊ അവര് ആദ്യം മുസ്ലിങ്ങളായിരുന്നു, പിന്നെ കാഫിറായി. ആര്? ഇവരെ കുറിച്ചിട്ട് പറഞ്ഞു, ഖവാരിജികളെ കുറിച്ചിട്ട്. എങ്ങനെ? കാരണം നിലനിൽക്കുന്ന ഭരണാധികാരിക്കെതിരെ ഇറങ്ങുന്നത് എന്താണ്? ഞാൻ ചോദിക്കുന്നത്, അപ്പൊ അങ്ങനെയാണെങ്കിൽ നിലനിൽക്കുന്ന ഭരണാധികാരികൾക്കെതിരെ സൈനികമായി സന്നാഹം നടത്തുന്ന ഈ സിറിയയിലെ ഗ്രൂപ്പ് അനിസ്ലാമിക ഗ്രൂപ്പാണോ? നിലനിൽക്കുന്ന മുസ്ലിം ഭരണാധികാരിക്കെതിരെ നടത്തുന്നത് എന്താണ്? അവിടെ അത് ഖുറൂജാണ്. പിന്നെ നിലനിൽക്കുന്ന ഖുവ്വത്തുണ്ടെങ്കിൽ അവിടെ യുദ്ധം ചെയ്യുന്നത് വേറെ രീതിയിലാണ്. അവിടെ ഖുവ്വത്തുണ്ടായിരുന്നു. ആർക്ക്? ഈ പറയുന്ന HTS-ന്. HTS എങ്ങനെ ഉണ്ടായി വന്നത്? HTS എങ്ങനെ ഉണ്ടായതാ? അവര് അവിടെ ഓൾറെഡി 2012 ശേഷം ഉണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് ഉണ്ടായി വന്നതാണ്. അതായത് അവിടെ ഓൾറെഡി ആഭ്യന്തര കലാപം അവിടെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അല്ലേ? എന്താ ആഭ്യന്തര കലാപം എന്ന് പറഞ്ഞാ? അതവിടെ അവരല്ലല്ലോ ആരംഭിച്ചത്. ഇതേപോലെ തന്നെ ഇറാഖിലും പിന്നെ സിറിയയിലും ഒക്കെ ഈ സാധനങ്ങൾ ഉണ്ടായി വരുന്നതേ. ഇതുപോലെ തന്നെയാണ് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഉണ്ടായി വരുന്നത്. നോക്കൂ, നിങ്ങൾ ഇവിടെ ചെയ്യുന്നത് വിജയിച്ച് ഭരണം പിടിക്കാൻ, ശക്തി ആർജിച്ച് ഭരണം പിടിക്കാൻ കഴിഞ്ഞ സംഘങ്ങളെ പൂർണ്ണമായിട്ട് അംഗീകരിക്കുകയും പാതി വഴിയിൽ പരാജയപ്പെട്ടു പോയ ഒറ്റ കാരണം കൊണ്ട് IS-നെ തള്ളിക്കളയുകയുമാണ് ചെയ്യുന്നത്. പരാജയം അപ്പോഴും നിങ്ങൾ മാറിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ISIS-നെ സംബന്ധിച്ചിടത്തോളം ISIS ആരംഭിച്ച ഞാൻ എന്റെ ചോദ്യം ഇത്രേ ഉള്ളൂ. ISIS നടപ്പിലാക്കിയ ഇസ്ലാമിക ഖിലാഫത്ത് അവർ സ്ഥാപിച്ചല്ലോ, ചെറിയ പ്രദേശത്താണെങ്കിലും. ഇല്ല, അവർ ഇസ്ലാമിക ഖിലാഫത്ത് സ്ഥാപിച്ചിട്ടില്ല. സ്ഥാപിച്ചത് കുഫാറുകളുടെ ഖിലാഫത്താണ്. ശരി, അവർ സ്ഥാപിച്ച ഖിലാഫത്ത് നിങ്ങൾ മാഷെ പറഞ്ഞ കുഫാറുകളുടെ ഖിലാഫത്തിൽ ഖുർആനിക വിരുദ്ധമായ അല്ലെങ്കിൽ ഇസ്ലാമിക ശരീഅത്തിന് വിരുദ്ധമായ ഭരണമാണ് നടന്നത്. അതെ. ആണെങ്കിൽ 1-2 ഉദാഹരണം പറയും. അവര് മുസ്ലിമീങ്ങളെ കൊന്നു. മുസ്ലിങ്ങളെ കൊല്ലുക എന്ന് പറയുന്നത്, മുസ്ലിങ്ങൾ അങ്ങോട്ടും വെട്ടും ചാവും ചെയ്യുന്ന പറഞ്ഞത് ആദ്യത്തെ സംഭവമാണോ? മുസ്ലിം ഭരണാധികാരി അലിയും മുആവിയയും തമ്മിൽ നടന്ന യുദ്ധം, അലി റളിയല്ലാഹു അൻഹു മുആവിയ റളിയല്ലാഹു അൻഹു തമ്മിൽ നടന്നത് അങ്ങനെ ഒരു യുദ്ധമാണെന്ന് പറയാൻ പറ്റില്ല. പിന്നെ അത് അവര് തമ്മിൽ ഒരു സംഘർഷം ഉണ്ടായി. സംഘർഷമല്ല, യുദ്ധം. ആളുകൾ യുദ്ധം എന്തിനാ അങ്ങനെ പറയണേ? അലി മുആവിയയും തമ്മിൽ യുദ്ധമല്ലേ നടന്നത്? അല്ല, ഫിത്നക്കാരായിട്ടുള്ള ആൾക്കാർ. അതില് അവർക്ക് മുആവിയ ഖവാരിജാണോ? അല്ല. എന്തുകൊണ്ട്?
മുആവിയ റളിയല്ലാഹു അൻഹു അലി ഖലീഫയുടെ റളിയല്ലാഹു തീരുമാനം അൻഹുവിനെതിരെ അംഗീകരിക്കാതെയാണല്ലോ അദ്ദേഹം പ്രത്യേകമായിട്ടുള്ള സൈനിക സന്നാഹം. ഒന്നാമത് അദ്ദേഹം ഷ്യാമിലെ ഭരണാധികാരിയാണ്. എന്ത് ഭരണാധികാരി? മുസ്ലിം ഭരണാധികാരിയാണ്. ഖലീഫയുടെ കീഴിലുള്ള ഗവർണറാണ്. അദ്ദേഹം ബൈഅത്ത് കൊടുത്തിട്ടില്ലല്ലോ. ഇസ്ലാം ബൈഅത്ത് എന്തുകൊണ്ട് ബൈഅത്ത് കൊടുക്കാത്ത? അദ്ദേഹത്തിന് ഇസ്ലാമിക ഖിലാഫത്തിന്റെ ഭാഗമായി നിൽക്കുന്ന പ്രദേശമല്ലേ ഷാം? ഇസ്ലാമിക ഖിലാഫത്തിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിൽ ആണ്. അവിടുത്തെ ഗവർണറെ തീരുമാനിക്കുന്നതും മാറ്റുന്നതൊക്കെ ആരാണ്? ഖലീഫയാണ്. പക്ഷെ ഖലീഫയല്ലേ? അല്ല, ഇതില് ആ ഖലീഫയെ ദഅവത്ത് ചെയ്യാതിരിക്കുന്നത്, ആ ഖലീഫയെ അംഗീകരിക്കാതിരുന്നത് എന്താ? അത് ഖവാരിജ് തന്നെയല്ലേ? അങ്ങനെ ആവില്ലല്ലോ. എന്താ ആരാ ഖലീഫനെ തീരുമാനിക്കുന്നത്? ഞാൻ പറയണത് അലിയുടെ ഖിലാഫത്ത്, അലി ഖലീഫയായി വരുമ്പോൾ ഷാം എന്ന് പറയുന്നത് മുആവിയ ഗവർണർ ആയിരിക്കുന്ന ഷാം ഈ ഖിലാഫത്തിന്റെ കീഴിൽ തന്നെയല്ലേ? അന്ന് വേറെ ഖിലാഫത്ത് ഉണ്ടായിരുന്നില്ലല്ലോ. ഇല്ല, ആകെ ഒറ്റ ഖിലാഫത്തുള്ളൂ. ഇസ്ലാമിക ലോകത്ത് ആകെയുള്ള ഒരു അമീറുൽ മുഅ്മിനീൻ, ഒരു ഖലീഫ. ആ ഖലീഫയുടെ കീഴിലുള്ള, ഭരണത്തിന് കീഴിലുള്ള ഒരു പ്രദേശത്തെ ഗവർണർ എന്ന് പറഞ്ഞാൽ ഈ ഖലീഫയെ അംഗീകരിക്കാൻ ബാധ്യതപ്പെട്ട ആളല്ലേ മതപരമായിട്ട്? അയാൾ ഈ ഖലീഫക്കെതിരെ സൈനിക സന്നാഹം നടത്തിയില്ലേ? യുദ്ധം ചെയ്തില്ലേ? യുദ്ധം നടന്നില്ലേ? അവിടെ യുദ്ധം നടന്നിട്ടില്ല. യുദ്ധസന്നാഹം നടത്തിയോ? യുദ്ധസന്നാഹം ഉണ്ടായതല്ല, അവർ ഇരുവരും ചർച്ച ചെയ്യാൻ വേണ്ടിട്ട് നിങ്ങൾ ആരോടൊക്കെ വേണ്ടിട്ട് കൂടിയതാണ്. ചർച്ച ചെയ്യാൻ വേണ്ടിട്ടാണ് പ്രശ്നം ഉണ്ടാക്കിയതാ. ആര് ചർച്ച ചെയ്യാൻ വേണ്ടിട്ട്? ഞങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ വഹാബിയാണോ? അതുകൊണ്ടാണ് വഹാബികൾക്ക് പ്രശ്നമുണ്ടോ? എന്റെ സുഹൃത്തെ, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ സലഫി സ്കൂളിൽ നിന്ന് തന്നെയാണ് പിന്നെ ഈ പറയപ്പെടുന്ന അബൂബക്കർ അൽ ബാഗ്ദാദിയും വരുന്നത്. അല്ലല്ല, ആണ്. അദ്ദേഹം വരുന്നത് നജ്ദിയൻ ദഅവയായിട്ട് ബന്ധപ്പെട്ടിട്ടല്ല. നജ്ദ് തന്നെ വരണോ? ശരി. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ഖവാരിജ് ആണോ? മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ഖവാരിജ് അല്ല. അല്ലേ? അല്ല. എന്തുകൊണ്ടല്ല? അല്ല, നമ്മൾ ഇതിലേക്ക് എല്ലാം പറഞ്ഞു തരാന്നേ. ഇതൊക്കെ നോക്കൂ, ഇത് നിങ്ങൾ പരാജയപ്പെട്ടതുകൊണ്ട് തള്ളിക്കളയുന്നു, വിജയിച്ചതിനെ നിങ്ങൾ അംഗീകരിക്കുന്നു, അത്രേ ഉള്ളൂ. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ മുസ്ലിങ്ങളെ കൊന്നിട്ടുണ്ടോ? മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ടിട്ടുണ്ടോ? ഭരണകൂടത്തിനടിയിലാണ്. സൗദ് ശരി, സൗദ് ഭരണകൂടത്തിന്റെ അധീന നജ്ദിൽ പ്രവർത്തിച്ചത് എന്തൊക്കെയായിരുന്നു? നിങ്ങൾ കിതാബ് തൗഹീദ് വായിച്ചിട്ടില്ലേ? അതെ. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനം? അവിടെയുള്ള ഇസ്ലാഹിയത്ത്, ദഅവത്ത്, ജിഹാദ്, അല്ലെ? അതെ. ഈ ജിഹാദ് ചെയ്തത് ആരോടായിരുന്നു? അദ്ദേഹം ജിഹാദ് ചെയ്തിരുന്നത് അവിടുത്തെ കാഫിറുകളോടായിരുന്നു. കാഫിറോ? അവിടുത്തെ മുശ്രിക്കുകളോടായിരുന്നു. മുശ്രിക്കുകൾ എന്ന് ആര് വിധി എഴുതിയതാ? ആ മുശ്രിക്കുകൾ അവരെ വിളിച്ചോണ്ടിരുന്ന എന്താ? അവര് മുസ്ലിം സമൂഹത്തിന്റെ ഭാഗമായി ജീവിച്ച ആൾക്കാരല്ലേ? അതെ. അല്ലെ? നമ്മളെ നാട്ടിലെ APEK സുന്നികൾ ശിർക്ക് ചെയ്യുന്നവരല്ലേ? അതെ. പക്ഷെ അവർ മുശ്രിക്കുകളല്ലേ? അവർക്ക് ഉദറുകളുണ്ട്. അവര് മുശ്രിക്കുകളല്ലേ? അല്ല, അവർക്ക് ഉദറുകളുണ്ട്. അപ്പൊ മറ്റേതോ? മറ്റേടത്ത് അവിടെ ഹുജ്ജത്ത് സ്ഥാപിച്ചതിന് ശേഷമാണ് അവിടെ ഈ ഹുജ്ജത്ത് സ്ഥാപിക്കാൻ, അതല്ലേ പറഞ്ഞത്? നിങ്ങൾ ശക്തി ആർജിക്കുകയോ വിജയം കൈവരിക്കുകയോ ചെയ്തതിനെ അംഗീകരിക്കുകയും പാതി വഴിയിൽ പരാജയപ്പെട്ടതുപോലെ തള്ളിക്കളയും ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഒരിക്കലും അല്ല. ഇതിന്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ എന്താ സ്റ്റാർട്ടിംഗ് സ്റ്റേജ്? ബന്ധപ്പെട്ടിട്ട് ഇപ്പൊ മലയാളത്തിൽ നോക്കി നോക്കിയാൽ KK സക്കരിയ സുലാഹി റഹിമഹുല്ലാ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവരുടെ ഏറ്റവും ആദ്യം സ്റ്റേജിൽ തന്നെ ഇവർക്കെതിരെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് സുഹൃത്തെ. അല്ലല്ല, ഇവർക്കെതിരെ മാസങ്ങളോളം എന്ത് ചെയ്തിട്ടുണ്ട്? ഇസ്ലാം മാഗസിനിൽ എഴുതിയിട്ടുണ്ട്. ഇവരുടെ ഏറ്റവും തുടക്കകാലത്ത് അവർക്കുള്ള റദ്ദായിട്ട് അതൊരു പുസ്തകമായിട്ട് വന്നിട്ടുണ്ട്. IS തീവ്രവാദികളുടെ വിദണ്ഡവാദം. കേരളത്തിൽ നിന്ന് ISIS ആളുകൾ പോയിട്ടുണ്ടോ? പോയിട്ടുണ്ട്. അത് ഏത് ആശയധാരയെന്നാ നിങ്ങൾക്ക് അറിയോ? പല ആശയധാരന്ന് ഒന്ന് പറയോ? വഹാബി അല്ലാത്തവരെണ്ണം ഒരാളുടെ പേര് പറയോ? ഞാനൊരു 26-27 പേരുടെ പേര് വിവരങ്ങൾ കിട്ടിയിരുന്നു എനിക്ക്, റെക്കോർഡിക്കലായിട്ട്, മീൻസ് ഔദ്യോഗികമായിട്ട് കൺഫർമേഷൻ വന്നത്. അത് മുഴുവൻ പോയിട്ടുള്ളത് വഹാബി ധാരയിൽ നിന്നാണ്. പിന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ ബന്ധം പറഞ്ഞിട്ട് വഹാബിയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. ഈ ജമാഅത്തെ ഇസ്ലാമി വഹാബി ധാരയുടെ വേറൊരു എക്സ്റ്റൻഷൻ തന്നെയാണ്. സായുധമായിട്ട് ഖിലാഫത്ത് സ്ഥാപിക്കുകയോ ഖിലാഫത്ത് നിലനിർത്തുകയോ ചെയ്യുക എന്നത് മതപരമായ ബാധ്യതയായി പഠിപ്പിക്കപ്പെടുന്ന ഒരു ആശയധാരയാണ് പിന്നെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്
സ്ഥാപിച്ചിട്ടുള്ള വഹാബിയത്ത് അല്ലേ? അല്ല. അതിന് കുവ്വത്ത് വേണം നിങ്ങൾ പറഞ്ഞത്. കുവ്വത്ത് ആർജിക്കണമെങ്കിൽ തുടങ്ങിയാലല്ലേ ശക്തി ആർജിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയല്ല നമ്മൾ വിചാരിക്കുന്നത്. ഇതിന്റെ നിങ്ങൾ വിചാരിക്കുന്നോട് കാര്യമില്ല. നിങ്ങൾ മൻഹജ് നോക്കിയിട്ട് കാര്യമില്ല. നിങ്ങൾ കിതാബ് തൗഹീദ് ശരിക്കും ഒന്നുകൂടി വായിച്ചാളി. എവിടെയാണ് കിതാബ് തൗഹീദിൽ? എവിടെയാണ് കിതാബ് തൗഹീദ് വളരെ ക്ലിയർ ആയിട്ട്. ഇനി അങ്ങോട്ട് പോണ്ട. നമ്മളെ നാട്ടില് ദഅവത്തും ജിഹാദും എന്ന് പറഞ്ഞിട്ട് തൗഹീദ് പല ആവർത്തി പല പണ്ഡിതന്മാരിൽ നിന്ന് കേട്ടിട്ടുണ്ട്. കിതാബ് തൗഹീദ് അതിന്റെ തനതായ രീതിയിൽ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത ഒരു ഗ്രന്ഥം ഉണ്ടോ? നിങ്ങൾക്കറിയോ? 3-4 പേര് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? 1-2 പറയോ? ഒന്ന് നമ്മുടെ ജമാഅത്ത് ഇസ്ലാമി മുൻ അമീറായിട്ടുള്ള എന്താണ് ആളുടെ പേര്, ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് ചെയ്തിട്ടുണ്ട്. പിന്നെ KNM ആയിട്ട് ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട്. KNM ആരാ ചെയ്തതെന്ന് എനിക്കറിയില്ല. അതൊന്ന് നോക്കി പറഞ്ഞത്. അതിപ്പോ ഞാൻ അന്വേഷിച്ചത് കിട്ടുന്നില്ല, മലയാളം കിട്ടുന്നില്ല. പിന്നെ വേറെ ആൾക്കാർ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ മലയാളം അന്വേഷിച്ചിട്ട് കിട്ടുന്നേ ഇല്ല. മലയാളത്തിലുണ്ട്. മലയാളത്തിൽ ജസ്റ്റ് കിതാബ് തൗഹീദ് എന്ന് അടിച്ചെടുത്താൽ തന്നെ കിതാബ് തൗഹീദിന്റെ PDF കിട്ടും. കിതാബ് തൗഹീദിന്റെ PDF അത് ആരും ഈ വഹാബി ആശയധാരയുള്ള ആരെങ്കിലും വിവർത്തനം ചെയ്താണ്? വിവർത്തനം ചെയ്താണ് കിട്ടുക. ഓഹോ, ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ശക്തി ആർജിക്കുക, അതായത് ഇസ്ലാഹിയത്ത് നടത്തുക. ആദ്യം ഇസ്ലാമിക സമൂഹങ്ങളാണെങ്കിൽ അവരെ ഇസ്ലാഹിയത്തിലേക്ക്, അതായത് ഷിർക്കിൽ നിന്നുള്ള യഥാർത്ഥ തൗഹീദിലേക്കുള്ള ഒരു എന്താ പറയാ പരിവർത്തനം, അല്ലെ? ഇസ്ലാഹി പ്രവർത്തനം അല്ലേ? ഇവിടെ നമ്മുടെ ഉദ്ദേശം പറഞ്ഞുതരാം. എന്നെ സംബന്ധിച്ച് ഞാൻ ഇതിനെ കുറിച്ച് എന്താ പറയാ അടിസ്ഥാനപരമായിട്ടുള്ള വായന നടത്താതെ നമുക്ക് സംസാരിക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ ഈ കിതാബ് തൗഹീദിന്റെ മലയാളത്തിൽ ഞാൻ മലയാളത്തിന് കിട്ടിയിട്ടില്ല കേട്ടോ, മലയാളം വായിച്ചിട്ടില്ലാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ ആ പേജ് നമ്പറുകളൊക്കെ നോട്ട് ചെയ്യാം. ഞാൻ എന്തായാലും അത് അന്വേഷിച്ചിട്ട് കിട്ടിയിട്ട് നിങ്ങൾക്ക് അതിന്റെ റെഫറൻസ് പറഞ്ഞുതരാം. ഇനി അതിന്റെ ഒറിജിനൽ ടെക്സ്റ്റ് മാറ്റിയിട്ടാണ് എഴുതിക്കണെങ്കിൽ അതും നോക്കാം. അതിന് സമയം എടുക്കും. അപ്പോ എന്റെ അടുത്ത് അറബിന്റെ അടുത്തുണ്ട്, ഉറുദുവിന്റെ അടുത്തുണ്ട്. പക്ഷെ ഉറുദു തൊട്ട് എനിക്ക് കാര്യമില്ല. അപ്പോ ഞാൻ അതൊന്ന് നോക്കിയിട്ട് ഞങ്ങളടുത്ത് പറയാം. അപ്പൊ എന്തായാലും ആദ്യം ഇസ്ലാഹിയത്ത്, പിന്നീട് ദഅവത്ത്, അത് കഴിയുമ്പോൾ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ എന്താണ് പറയാ, എന്ത് ആർജിക്കുമ്പോഴാണ് ശക്തി ആർജിക്കാൻ എന്താ പറയാ? കുവ്വത്ത്. കുവ്വത്താവണമെന്നൊന്നുമില്ല ജിഹാദ് തുടങ്ങാൻ. ജിഹാദ് തുടങ്ങാൻ കുവ്വത്ത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. കുവ്വത്ത് എന്ന് പറയുന്നത് ആപേക്ഷികമാണ്. സാഹചര്യങ്ങൾക്ക് അനുസരിച്ചും സന്ദർഭത്തിനനുസരിച്ചൊക്കെ വ്യത്യസ്തമാണ് കുവ്വത്ത് പറയുന്നത്. മനസ്സിലായോ? അപ്പം ഇസ്ലാഹിയത്തും ദഅവത്തും പൂർത്തീകരിച്ച് ഒരു സമൂഹത്തിൽ ജിഹാദ് മതപരമായ നിർബന്ധ ബാധ്യതയായി വരും. അനിസ്ലാമികമായിട്ടുള്ള ഭരണകൂടങ്ങൾ അതിന് എതിരിൽ, അല്ലെങ്കിൽ ഇസ്ലാമിക ഭരണകൂടം അനിസ്ലാമികമായ രീതിയിലേക്ക് മാറുമ്പോൾ അവിടെയുള്ള ജനതയ്ക്ക് സംഘടിക്കാനും മതപരമായിട്ടുള്ള ഖിലാഫത്തിനു വേണ്ടി സംസാരിക്കാനും പ്രവർത്തിക്കാനും വേണമെങ്കിൽ ജിഹാദ് നടത്താനും അവകാശമുണ്ട് എന്നതിന്റെ തെളിവാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് നടത്തിയ പ്രവർത്തനങ്ങൾ. അപ്പോ അതിന്റെ തുടർച്ച തന്നെയാണ് ലോകത്തിൽ ഇന്ന് നമ്മൾ അറിയപ്പെടുന്ന ഈ ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾ എന്ന് സാധാരണഗതിയിൽ വിളിക്കപ്പെടുന്ന എല്ലാ സംഘടനകളുടെയും അടിസ്ഥാനപരമായിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് ഈ തൗഹീദിന്റെ പുനഃസ്ഥാപനമാണ്, ഇസ്ലാമിക ഖിലാഫത്തുകളുടെ പുനഃസ്ഥാപനമാണ്. അത് ആദ്യം ചെയ്യേണ്ടത് ഇസ്ലാഹി പ്രവർത്തനമാണ്, ഇസ്ലാഹിയത്താണ്. ഇവിടെ ഏറ്റവും ആദ്യമായിട്ട് ഈ പറഞ്ഞ തൗഹീദിന്റെ പുനഃസ്ഥാപനവുമായിട്ട് പ്രവർത്തിച്ച ആൾക്കാരാണ്. ഇങ്ങനെ ഈ ആശയം പ്രചരിപ്പിച്ച ആൾക്കാർക്ക് ആദ്യമായിട്ട് റദ്ദ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് കാര്യമില്ല, അവരുടെ നിലനിൽക്കുന്ന ഭരണ സംവിധാനങ്ങൾക്ക് ഭീഷണിയാകും എന്നതുകൊണ്ടാണ്. ഇപ്പം അത് മാത്രമല്ല, അതാണ് അതിന്റെ പൊളിറ്റിക്കൽ റീസൺ. അതായത് IS ഇറാഖിലും സിറിയയിലും യമനിലും ഒക്കെ ശക്തി ആർജിച്ചു വരുന്നതോടുകൂടി ആ പ്രദേശത്തുള്ള ഇസ്ലാമിക ഭരണകൂടങ്ങൾക്കാണ് അത് ഭീഷണിയാവുക ആദ്യം, ഫസ്റ്റ് അല്ലെ? അങ്ങനെയല്ലേ വരിക? അത് പ്രശ്നമാണല്ലോ. ഇസ്ലാമിക ഭരണകൂടങ്ങൾക്ക് ആ ഇസ്ലാമിക ഭരണകൂടങ്ങൾ ഈ പറയട്ടെ, ആ ഇസ്ലാമിക ഭരണകൂടങ്ങൾ നിങ്ങൾ ആ കാലഘട്ടത്തിൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ കാലഘട്ടത്തിൽ മക്കയിലും മദീനയിലും ഉണ്ടായിരുന്ന ഭരണാധികാരികൾക്കെതിരെ വരെ പറഞ്ഞ അതേ പ്രശ്നം IS നിലവിലുള്ള ഇസ്ലാമിക ഖിലാഫത്തിനെതിരെ ഉണ്ട്. ആക്ഷേപമുണ്ടവർക്ക്? അവര് മുസ്ലിം ഉമ്മത്തിനെ തന്നെ കാഫിറാക്കുകയാണ് ചെയ്യുന്നത്. ഇല്ല, അത് തന്നെയല്ലേ ഇപ്പൊ നിങ്ങൾ ചെയ്തത്. നജിദിൽ ഇസ്ലാഹി പ്രവർത്തനം, ഒരു മിനിറ്റ്, നജിദില് പിന്നെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ഇസ്ലാഹി പ്രവർത്തനം നടത്തുന്ന ആരോടാ? മുസ്ലിങ്ങളോടല്ലേ? അവിടെ ഉണ്ടായിരുന്ന ആളുകളോടാണ്. മുസ്ലിങ്ങളല്ലേ അവര്? എന്താണ് പറയാൻ മടി നിങ്ങൾക്ക്? അവിടെ ദഅവത്തും നടത്തിയിട്ടുണ്ട്, ഇസ്ലാഹിയത്തും ദഅവത്തും നടത്തി, ജിഹാദും നടത്തിയിട്ടില്ലേ? കൊല്ലപ്പെട്ട മനുഷ്യർ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെയും
മറ്റേ രാജാവിന്റെ സപ്പോർട്ടോടു കൂടി നടത്തിയിട്ടുള്ള പടയോട്ടത്തിൽ മരിച്ചു വീണവരിൽ ഏറെക്കുറെ എല്ലാവരും മുസ്ലിങ്ങൾ തന്നെ അല്ലേന്നോ? അവിടെ യുദ്ധം നടന്നതിന് ശേഷമാണ് അല്ലേ? കൂട്ടം ആൾക്കാർ രണ്ട് കൂട്ടം ആൾക്കാർ യുദ്ധം നടന്നതിന് ശേഷമായിരുന്നു. അതിനെ ഈ രീതിയിൽ പരിഗണിക്കാൻ പറ്റില്ല. കാരണം അത് രണ്ട് ഭരണാധികാരികൾക്ക് ഇടയിലാണ് യുദ്ധം നടന്നിട്ടുള്ളത്. ഈ ഭരണാധികാരി ഏത് ഭരണാധികാരിക്കെതിരെ യുദ്ധം ചെയ്യുന്നത്? ഇസ്ലാമിക ഭരണകൂടത്തിനെതിരെയാണോ? അവിടെ വ്യത്യാസമുണ്ട്. കാരണം മുസ്ലിം ഭരണാധികാരികൾ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യുകയാണെങ്കിലും ഒരു പക്ഷത്ത് അവിടെ ഷിർക്ക് ഉണ്ടായിരുന്നു. അപ്പോ അവിടെ യുദ്ധം ഹലാലാണ്. അതന്നെയാണ് ISIS വാദം സുഹൃത്തെ. ഇസ്ലാമിക ഭരണകൂടങ്ങൾ പറഞ്ഞുതരാം. ഇസ്ലാമിക ഭരണകൂടങ്ങൾ പാശ്ചാത്യ സ്വാധീനത്തിന് വഴങ്ങുന്നു, അനിസ്ലാമികമായ നിയമങ്ങൾ നടപ്പിലാക്കുന്നു, ശരീഅത്ത് നിയമങ്ങളിൽ ഇളവ് വരുത്തുന്നു, ഇസ്ലാമിന്റെ യഥാർത്ഥ അർത്ഥത്തിലുള്ള തൗഹീദിൽ അധിഷ്ഠിതമായിട്ടുള്ള ഖിലാഫത്ത് ഭരണം നടത്തുന്നില്ല, ശരീഅത്ത് നിയമങ്ങളിൽ വെള്ളം ചേർക്കുന്നു. ഇതൊക്കെ തന്നെയാണ് അവരുടെ പ്രശ്നേ. അത് തന്നെയാണ് ഇവരുടെ പ്രശ്നം. അത് തന്നെയാണ് അഫ്ഗാനിസ്ഥാനിലെ താലിബാന്റെ പ്രശ്നം. താലിബാൻ അതിന് മുസ്ലിം ഭരണാധികാരിക്കെതിരെ യുദ്ധം ചെയ്തിട്ടില്ലല്ലോ. ഇല്ലേ? അവര് ചെയ്തത് അമേരിക്കക്കെതിരല്ലേ. അപ്പൊ അമേരിക്ക സൈന്യത്തിനെ പിൻവലിച്ചത്. അവിടെ ഭരിച്ചോണ്ടിരുന്ന ആരാ? ഭരിച്ചോണ്ടിരുന്നവര് മാറിപ്പോവല്ലേ ഇത്. ആരെ പേടിച്ചിട്ട്? അപ്പൊ ISIS വന്നപ്പോൾ പേടിച്ചോടാത്തത് കൊണ്ടാണോ ISIS ഇസ്ലാം അല്ലാത്തത്? അല്ല, അവര് മുസ്ലിം ഉമ്മത്തിനെ മൊത്തത്തിൽ ഈ താലിബാൻ എന്ന് പറയുന്ന സംഘം പ്രവർത്തിച്ചത് എവിടെയാണ്? അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന ഭൂപ്രകൃതിയിലല്ലേ? ആ ഭൂപ്രദേശത്ത് അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്നിടത്ത് ഒരു മുസ്ലിം ഭരണാധികാരി ഭരണം നടത്തുന്നതിന്റെ കീഴിലല്ലേ ഇവര് പ്രവർത്തിച്ചത്? അത് അനിസ്ലാമിക പ്രവർത്തനല്ലേ? മനസ്സിലായില്ല. അത് അനിസ്ലാമിക പ്രവർത്തനല്ലേ? ഖവാരിജികളാണ് താലിബാനികള്. അവര് ഖുറൂജ് ചെയ്തിരുന്ന പക്ഷെ അവര് ഖാരിജിയാണ്. അവര് ഖുറൂജ് ചെയ്യുന്ന സമയത്ത് അവര് ഖാരിജി തന്നെയാണ്. അപ്പൊ ഇപ്പോഴോ? ഇപ്പൊ അവര് ഗവൺമെന്റ് ആയില്ലേ. അതാ ഞാൻ പറഞ്ഞ നിങ്ങളോട്, പരാജയപ്പെട്ടതുകൊണ്ട് ISIS ഖവാരിജികളാണ്. അതുകൊണ്ട് മാത്രല്ല ഇവര് താലിബാനികൾ ഖവാരിജികളായിരുന്ന ഘട്ടം എപ്പോഴാ? ഖവാരിജായിരിക്കെ അവര് മുസ്ലിം ഉമ്മത്തിനെതിരെ തിരിഞ്ഞു കഴിഞ്ഞാൽ അവര് ഖവാരിജാണ്. അപ്പൊ ഭരണം പിടിക്കുന്നത് വരെ അവര് ഖവാരിജികളായിരുന്നു, ഭരണം പിടിച്ചപ്പോ ഖിലാഫത്തായി. അല്ല, ഇപ്പോഴും അത് ഖിലാഫത്താണോ? അപ്പൊ അഫ്ഗാനിസ്ഥാനിൽ ഇസ്ലാമിക ഭരണകൂടം ഭരണം നടത്തുമ്പോ അഫ്ഗാനിസ്ഥാനിൽ അമേരിക്കയുടെ സൈന്യത്തിന്റെ പിന്തുണ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ദലീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും ആദ്യം തന്നെ മുഹ്സിൻ അബ്ബാദ് അൽ ബദറിനെ പോലെ, അബ്ദുൾ റസാഖ് പണ്ഡിതന്മാർ അവർക്കെതിരെ പറഞ്ഞു എന്നുള്ളത്. താലിബാനെതിരെ അഫ്ഗാനിസ്ഥാനിലെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടല്ലോ. അതെ, അത് നമ്മൾ എടുക്കുന്നു. അപ്പൊ അവര് ഖവാരിജികളാണോ? അവര് ചെയ്തത് ഖുറൂജ് ആണെങ്കിൽ അവര് ഖാരിജിയാണ്. അപ്പൊ ഇവര് ചെയ്തത് ഖുറൂജ് ആണെന്ന് പണ്ഡിതന്മാര് കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് അതിൽ ഡൗട്ടില്ല. നിങ്ങളെ പണ്ഡിതന്മാര് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഡൗട്ടില്ല. അതെ, നമ്മൾ അങ്ങനെയല്ലല്ലോ ഇതിനെ. ഇപ്പൊ താലിബാനും അതേപോലെ തന്നെ ISIS-ഉം ഇപ്പൊ നിങ്ങൾ പറഞ്ഞ HTF അല്ലെ? HTF അല്ലല്ലോ, STF അല്ലേ? എന്തായിരുന്നു അതിന്റെ പേര്? HTS. അവരും തമ്മിൽ നിങ്ങൾ വ്യത്യാസപ്പെടുത്തുന്നത്, അഫ്ഗാനിസ്ഥാനിൽ അവര് ഖുറൂജ് നടത്തിയപ്പം ഖവാരിജികളായിരുന്നു, പിന്നെ ഭരണം പിടിച്ചപ്പോ അവരെന്തായി? അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. അവര് ഖുറൂജ് നടത്തിയാൽ അവര് ഖാരിജിയാണ്. അപ്പൊ ഈ HTS ആദ്യം ISIS ആയിട്ട് അലയൻസ് ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് അറിയില്ല? എനിക്കറിയില്ല. ഒന്നും നോക്കാളി. അപ്പൊ ഭരണം പിടിച്ചു കഴിഞ്ഞാൽ അവര് ISIS ആ പ്രദേശം ആകെ അടക്കി ഭരിക്കുന്ന ഒരു ഖിലാഫത്ത് സ്ഥാപിച്ചിരുന്നെങ്കിൽ ഇല്ല, ഒരിക്കലും ചോദ്യം ചോദിക്കൂല. മുസ്ലിം ഉമ്മത്തിനെ നശിപ്പിക്കുക, മുസ്ലിങ്ങളെ പിടിച്ചു കൊല്ലുക, അതേപോലെ തന്നെ ഏത് മുസ്ലിങ്ങളെ ഭംഗപ്പെടുത്തുക. ഏത് മുസ്ലിങ്ങളെ? സാധാ മുസ്ലിങ്ങൾ, ആമികളായിട്ടുള്ള ആളുകളെ. അപ്പൊ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് കൊന്നതും പിടിച്ചെടുത്തതൊക്കെ ആരാ? ഇങ്ങനത്തെ ദുൽമൊന്നും ചെയ്തിട്ടില്ല. മുസ്ലിങ്ങളെ കൊന്നിട്ടില്ലേ? മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് പള്ളികളിൽ നമസ്കാരം നടക്കുമ്പോൾ അക്രമം നടന്നിട്ടുണ്ടോ? ഇല്ലേ? അത് തെറ്റായ ഇതാണ്, ആക്ഷേപമാണ്, വെറുതെ ഒരു ആക്ഷേപമാണ്. പള്ളികൾ പൊളിച്ചിട്ടുണ്ടോ? പള്ളികൾ പൊളിച്ചിട്ടില്ല.
ഇല്ലേ? കെട്ടിപ്പൊക്കിയ കുബ്ബകൾ തകർത്തിട്ടുണ്ട്. മുഹമ്മദ് നബിയുടെ ജന്മസ്ഥലത്ത് അദ്ദേഹത്തിന്റെ വീട് ഇരുന്നിടത്തിരുന്ന ഒരു പള്ളിയോ? അദ്ദേഹത്തിന്റെ വീടാണ് ആയിഷ ബീവിയുടെ വീടാണ് അതല്ല. മുഹമ്മദ് നബി ജനിച്ചു എന്ന് കരുതപ്പെടുന്ന ആമിനയുടെ വീട് അതിപ്പോഴും ഉണ്ടല്ലോ അവിടെ. അവിടെ എന്തായിരുന്നു? എനിക്കറിയില്ല. അവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നു. ആ പള്ളി നിങ്ങളെ ഷെയ്ഖിന്റെ ടീം പൊളിച്ചിട്ടുണ്ടോന്നൊന്ന് അന്വേഷിക്കോ നിങ്ങള്? അവര് ഗവൺമെന്റ് ആയതിനു ശേഷം ചിലപ്പോ എന്ത് ചെയ്തിട്ടുണ്ടാവും, അവര് അവിടെ വേണ്ട അതാണ് ഞാൻ പറഞ്ഞത്. ISIS സമ്പൂർണ്ണ അധികാരം കിട്ടുന്നതിന് സാധിച്ചില്ല. ഒരു ഖിലാഫത്ത് സ്ഥാപിച്ചില്ലാത്തത് കൊണ്ടാണ് ഇപ്പൊ നമ്മളിവരെ ഖവാരിജികൾ എന്ന് പറയാൻ പറ്റുന്നത്. അതേ സമയത്ത് ISISന്റെ രൂപീകരണം തൊട്ട് ISIS പ്രവർത്തിച്ച പ്രവർത്തനങ്ങളിലൊന്നും മുഹമ്മദ് നബി അവിടെയോ അല്ലെങ്കിൽ നമ്മുടെ അബ്ദുൽ വഹാബ് 17-ാം നൂറ്റാണ്ടിൽ അവസാനത്തിലൊക്കെ ചെയ്തതിന് അപ്പുറത്തേക്ക് ഒന്നും ചെയ്തിട്ടില്ല. ഇല്ല, വ്യത്യാസമുണ്ട്. ഒരു വ്യത്യാസമില്ല. ആമികളായിട്ടുള്ള മുസ്ലിങ്ങൾക്ക് അതിനെ അറ്റാക്ക് ചെയ്യുക, അവരെ കൊല്ലുക, വധിക്കുകയൊന്നും ചെയ്തിട്ടില്ല. അതൊക്കെ ചെയ്തിട്ടുണ്ട്. സ്ത്രീകളെ വഷളാക്കി അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇല്ല, ഉണ്ട്. എന്നാ നിങ്ങൾക്ക് തെളിവുണ്ട്. മുഹമ്മദ് നബി ചെയ്തിട്ടുണ്ട്. മുഹമ്മദ് നബി ഉറങ്ങിക്കിടക്കുന്ന ഗോത്രങ്ങളെ വരെ ആക്രമിച്ച് പിടിച്ചെടുത്തിട്ടുണ്ട്. അവര് സ്ത്രീകളെയും കുട്ടികളെയൊക്കെ യോദ്ധാക്കൾക്ക് വീതം വെച്ചു കൊടുത്തിട്ടുണ്ട്. അടിമകളെ യുദ്ധത്തിൽ പിടിച്ചവരെ അടിമകളാക്കി പിടിക്കുന്ന യസീദി പെൺകുട്ടികളെ അടിമകളാക്കി പിടിച്ചത് മുഹമ്മദ് നബി പിന്നെ മറ്റു പല യുദ്ധങ്ങളും ചെയ്തിട്ടില്ല. എന്താ വ്യത്യാസം? അവര് ISIS ചെയ്തതിൽ വെച്ച് ഏറ്റവും വലിയ ക്രൂരത, ഒരു മിനിറ്റ്, ISIS ചെയ്ത ഏറ്റവും ക്രൂരകൃത്യം, മനുഷ്യർക്കെതിരെ നടത്തിയ ഏറ്റവും കിരാതമായ ക്രൂരകൃത്യത്തിന് ഇരകളാക്കപ്പെട്ട ജനവിഭാഗം യസീദികളാണ്. ആ യസീദികളായിട്ടുള്ള പെൺകുട്ടികളെ പിടിച്ചെടുത്ത് യോദ്ധാക്കൾക്കിടയിൽ ലൈംഗിക ആവശ്യങ്ങൾക്ക് വിതരണം ചെയ്യുകയും മാർക്കറ്റിൽ ശരീര പരിശോധന വരെ നടത്തി വിൽപ്പന നടത്താൻ അനുവാദം കൊടുക്കുകയും ചെയ്തു. ഇതേ പരിപാടി ഇസ്ലാമിൽ ഹലാലാണോ ഹറാമാണോ? മുഹമ്മദ് നബി ചെയ്തിട്ടുണ്ടോ ഇല്ലേ? എനിക്കറിയില്ല. നിങ്ങൾക്ക് അറിയണം. നിങ്ങൾക്കറിയാം. എനിക്കറിയില്ല. ഉറങ്ങിക്കിടക്കുന്ന ഗോത്രങ്ങളെ വരെ പോയി ആക്രമിച്ച് അവിടുത്തെ സ്ത്രീകളെയും കുട്ടികളെയും പിടിച്ചെടുത്ത്. അങ്ങനെ ഒരു ഹിസ്റ്ററി അറിയില്ല. നിങ്ങൾക്ക് അങ്ങനെ ഹിസ്റ്ററി അറിയില്ലെങ്കിൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ ചരിത്രം പഠിക്കണം, മുഹമ്മദ് നബീന്റെ യുദ്ധചരിത്രങ്ങൾ പഠിക്കണം. അപ്പൊ അവിടെ നമ്മൾ ചോദിക്കുന്നത് ISIS ഇസ്ലാം ആണെന്ന് അവർ പറയുന്നു. അവർ ഉയർത്തിപ്പിടിക്കുന്ന ഖുർആൻ വചനങ്ങളുണ്ട്. സമാനമായിട്ട് ഞങ്ങൾക്ക് ഒരു പുസ്തകത്തിന്റെ പേര് പറഞ്ഞുതരാം. ദഅവത്തും ജിഹാദും എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. കേരളത്തിൽ മലയാളത്തിൽ അച്ചടിച്ച് പ്രസിദ്ധീകരിച്ച പുസ്തകമാണ്. ഇവിടെ നിലവിലുണ്ടായിരുന്ന പുസ്തകമാണ്. ആ പുസ്തകത്തിൽ ജിഹാദ് എന്താണെന്നും അതിന്റെ ഷർത്തുകൾ എന്താണെന്നും ഉണ്ട്. ഇനി ജമാഅത്തെ ഇസ്ലാമിയുടെ എന്താണ് തൗഹീദും ജിഹാദും അങ്ങനെ എന്തൊരു സാധനമുണ്ട്. തൗഹീദും എനിക്ക് ഓർമ്മയില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ പുസ്തകം. ആ പുസ്തകത്തിൽ വളരെ ക്ലിയർ ആയിട്ട് ഇതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രോസസ്സ്, ഇസ്ലാഹിയത്ത്, ദഅവത്ത്, അതെങ്ങനെ ചെയ്യണം, എത്ര ചെയ്യണം, എത്ര ആള് വേണം, അതേപോലെ തന്നെ ഹിജ്റ പോകേണ്ട ഘട്ടമുണ്ടെങ്കിൽ ഹിജ്റ എവിടെ പോകണം, എങ്ങനെ പോകണം, ആര് പോകണം, എങ്ങനെയാണ് ഒരു അമീർ ഉണ്ടായി വരുന്നത്, അമീറിനെ ബൈഅത്ത് ചെയ്യുന്ന രീതി എന്താണ്, ആ പ്രദേശം എത്ര വലിപ്പം വേണം, ഇങ്ങനെ തുടങ്ങി സകല ഷർത്തും ഫർളും നോക്കുന്നുണ്ട്. ഈ ഷർത്തും ഫർളും ഒക്കെ അംഗീകരിച്ചിട്ടാണ് അല്ലെങ്കിൽ അതൊക്കെ അനുസരിച്ചിട്ടാണ് ISIS പ്രവർത്തിച്ചതെന്നാണ് എന്റെ വായനയിലൂടെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇസ്ലാമികമായ ഖുർആാനികമായ ശരീഅത്തിന്റെ നിഷ്കർഷ അനുസരിച്ചിട്ടുള്ള ജിഹാദിന് വേണ്ട ഷർത്തും ഫർളും ഒപ്പിച്ചിട്ട് ഇസ്ലാമിക ഖിലാഫത്ത് പുനഃസ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ നിലവിലുള്ള ഖലീഫമാര് തന്നെ ശിർക്കിന് അടിമപ്പെട്ടു എന്ത് ചെയ്യും? ഇസ്ലാമിക ഭരണം നടത്തുന്ന ഖലീഫമാർ അനിസ്ലാമികമായ ഭരണകൂടങ്ങളോട് ചേർന്ന് ഇസ്ലാമിക നിയമങ്ങളിലും ശരീഅത്തിലും വെള്ളം ചേർക്കുമ്പോൾ യഥാർത്ഥ തൗഹീദ് സ്ഥാപിക്കണം എന്ന് ആഗ്രഹിക്കുന്ന മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന് പണ്ട് നജിദിൽ നിന്ന് പുറപ്പെടണം എന്ന് തോന്നിയത് എന്തുകൊണ്ടാ? ഇതേ സാധനം തന്നെയാണ് IS ചെയ്തത്. അപ്പം 6-ാം നൂറ്റാണ്ടിൽ മുഹമ്മദ് നബി ചെയ്തത് മികച്ച ഒരു സംഭവവും 17-ാം നൂറ്റാണ്ടില് പിന്നെ ഇയാൾ ചെയ്യുമ്പോൾ, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ചെയ്യുമ്പോൾ അത് ഒരു എന്താ പറയാ ധർമ്മസമരവും, അതേ സാധനം 20-ാം നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ 21-ാം നൂറ്റാണ്ടിലൊക്കെ ISISഉം അഫ്ഗാനിസ്ഥാനിലെ താലിബാനും മറ്റോടത്തെ HTSഉം ചെയ്യുമ്പോൾ ഭരണം പിടിച്ച HTSഉം താലിബാനും അത് നോർമലാവുകയും പരാജയപ്പെട്ടു പോണ പാതി വഴിയിൽ വീണുപോയ ISIS ഖവാരിജികളാവുകയും ചെയ്യുക എന്ന് പറയുന്ന സ്വാഭാവികമായിട്ടുള്ള ഒരു ന്യായമാണിത്. അവരുടെ ആക്ഷനും ഡീഡ്സും നമ്മള് അതിൽ എന്താണ് നിങ്ങൾക്ക് ഇസ്ലാമിക വിരുദ്ധമായിട്ട് മുഹമ്മദ് നബി ചെയ്യാത്ത എന്താണ് ISIS ചെയ്തതെന്ന് പറയും? മുസ്ലിങ്ങൾക്കെതിരെ ഇറങ്ങി മുസ്ലിങ്ങളുടെ രക്തം ഹലാലായി കണ്ടു. മുസ്ലിങ്ങളുടെ രക്തം
യുദ്ധം ചെയ്തു. തൗഹീദിന്റെ ഘട്ടത്തിൽ തൗഹീദിന്റെ അതിന് മുമ്പിൽ അവർക്ക് തൗഹീദിന്റെ തൗഹീദുള്ള മുമ്പിൽ എന്ത് സമൂഹമായിരുന്നു മുസ്ലിം? അവര്. തൗഹീദുള്ള സമൂഹത്തിലാണ് തന്നെ യുദ്ധം മുഹമ്മദ് ചെയ്തത്. ബിൻ അബ്ദുൽ വഹാബ് സൗദി അറേബ്യയുടെ മണ്ണിൽ യഥാർത്ഥ തൗഹീദ് പുനഃസ്ഥാപിച്ചപ്പോ അവിടെ മുസ്ലിങ്ങളുടെ രക്തം വീണിട്ടില്ലേ? അതും ഇതുമായിട്ട് കമ്പയർ ചെയ്യാനേ എന്താ പറ്റില്ല. വ്യത്യാസം? നോമ്പ് നോൽക്കുകയും ഷഹാദത്ത് ചെല്ലുകയും നിസ്കരിക്കുകയും പ്രവാചകനെയും ഖുറാനെ അംഗീകരിക്കുകയും ചെയ്തിരുന്ന മുസ്ലിങ്ങളോടാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് യുദ്ധം ചെയ്തത്. അല്ലാഹു അല്ലാത്തവനെ വിളിച്ച് തേടിയിരുന്നു. അതേ പ്രശ്നം തന്നെയാണ് സുഹൃത്തെ ഇവർക്കെതിരെയും IS പറയാനുള്ളതേ. ഇല്ല, ഇവര് തൗഹീദുള്ള ഒരു സമൂഹത്തെയാണ് യുദ്ധം ചെയ്തത്. അത് ഇപ്പുറത്ത് നിങ്ങൾ വഹാബികളായിരുന്നു എന്നുള്ളതുകൊണ്ടാണോ? വഹാബി ഭരണകൂടങ്ങളായിരുന്നു എന്നുള്ളതുകൊണ്ടാണോ? തീർച്ചയായിട്ടും അല്ലേ? അതൊരു കാര്യമാണ്. അല്ലേ? അതെ. നിങ്ങൾ ബിദുഗത്തിന്റെ ആൾക്കാരാണെന്നാണ് ഇവിടുത്തെ APK പറയുന്നത്. അപ്പോഴോ അവർക്ക് അങ്ങനെ പറയാം. അപ്പൊ ഞാൻ പറഞ്ഞത് ഇങ്ങനെ നിങ്ങൾ പറഞ്ഞുകൊണ്ട് IS അല്ലാണ്ടാവില്ലല്ലോ. അതായത് വഹാബി സപ്പോർട്ട് ഉണ്ടായിരുന്ന വഹാബി ഗ്രൂപ്പിന്റെ പണ്ഡിതന്മാർ സ്വാഭാവികമായിട്ടും ISIS പറയും. കാരണം അവര് നിലനിൽക്കുന്ന ഭരണകൂടങ്ങൾ എന്ന് പറയുന്നത് വഹാബി സ്വാധീനമുള്ള ഭരണകൂടങ്ങളാണ്. ആ ഭരണകൂടങ്ങൾക്ക് ഈ പറയുന്ന യഥാർത്ഥ തൗഹീദ് ഖിലാഫത്ത് എന്ന് പറഞ്ഞിട്ട് പുതിയതായിട്ട് രൂപം കൊള്ളുന്ന ISIS പോലെയുള്ള സംഘങ്ങൾ ഭീഷണിയാകും എന്നുള്ളതുകൊണ്ടാണ് അവർ തള്ളുന്നത്. അല്ലാതെ മതപരമായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ തള്ളാൻ പറ്റുമെന്ന് ഞാൻ ചോദിക്കുന്നത്. മുഹമ്മദ് നബി ചെയ്തതും മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ചെയ്തതും അതിന്റെ ഒരു പുതിയ വേർഷനാണ് IS ചെയ്തത്. നിങ്ങൾ നേരത്തെ പറഞ്ഞ പുസ്തകത്തിന്റെ പേരെന്തായിരുന്നു? ദഅവത്തും ജിഹാദും. ദഅവത്തും ജിഹാദും. ദഅവത്തും ജിഹാദും. ഓക്കേ. അത് കേരളത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. ദഅവത്ത് എന്താണ്, ജിഹാദ് എന്താണ്, എങ്ങനെ പഠിപ്പിക്കണം, ആരൊക്കെ പങ്കെടുക്കണം. നോക്കൂ, എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ നിന്ന് സലഫി ആശയധാരയിൽ നിന്നുള്ള ആളുകൾ കൂടുതലായി ISISലേക്ക് ആകർഷിക്കപ്പെട്ടത്? മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് തുടങ്ങി വെച്ച നവീകരണം മീൻസ് ഇസ്ലാമിന്റെ കാര്യത്തിലുള്ള പ്യൂരിഫിക്കേഷന്റെ ഏറ്റവും അവസാന കാലത്ത് രൂപം കൊണ്ട സംഘമാണ് ഈ പറയപ്പെടുന്ന ISIS. സലഫി വിങ്ങാണ് ആണ്. ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന ഇസ്ലാമിക തീവ്രവാദ സംഘങ്ങളെന്ന് അടയാളപ്പെടുത്തിയിട്ടുള്ള ഈ മിലിറ്റന്റ് ഗ്രൂപ്പുകളുടെ ഒക്കെ ആശയപരമായ അടിത്തറ, അതിൽ 99% ആശയ അടിത്തറ എന്ന് പറയുന്നത് സലഫി ആശയധാര എന്ന് പറഞ്ഞാൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ ആശയമാണ്. ഞാൻ പറയുന്നത് എങ്ങനെ സയ്യിദ് കുത്തുബിന്റെ ആശയങ്ങളാണ്. അല്ല, നിങ്ങൾ പഠിച്ചോ, നിങ്ങൾ സ്വതന്ത്രമായിട്ട് പഠിച്ചോ. ഞാനിത് പഠിച്ചോണ്ടാണ്. ഞാൻ എന്തുകൊണ്ടാണ് വഹാബി ആശയധാരയെ ശക്തമായിട്ട് എതിർക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് ഇത്രയും ഈ ISIS തന്നെയാണ് അധികാരം കിട്ടിയാൽ വഹാബിസവും. അല്ല, സൗദി അറേബ്യ വഹാബി ദൗലയാണ്. ദൗല ആണോ അതോ ആയിരുന്നോ? ആണോ? ഈ ഇപ്പുള്ള കിരീടാവകാശിയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? അമീറുൽ മുഅ്മിനീൻ ആണ് അദ്ദേഹം. അമീറുൽ മുഅ്മിനീൻ. ആ അമീറുൽ മുസ്ലിമീനെ നായി വട്ടി എന്നൊക്കെ വിളിക്കണ, കൽബ് എന്നൊക്കെ വിളിക്കണ സലഫി പണ്ഡിതന്മാരെ വീഡിയോ ഒക്കെ അയച്ചേന്. അവര് കിലാബുൻ നാറാണ്, നരകത്തിലെ നായ്ക്കളാണ്. ആര്? അവിടെ നമ്മുടെ സൗദി അറേബ്യയിലെ വഹാബി ആശയധാരയിലുള്ള വഹാബി പണ്ഡിതന്മാർക്ക്, ഷെയ്ഖന്മാർക്ക് അദ്ദേഹത്തോടുള്ള നിലപാട് എന്താണ്? അദ്ദേഹത്തോട് വളരെ നല്ല നിലപാടാണ്. എത്ര വഹാബി പണ്ഡിതന്മാർ സൗദി അറേബ്യയിലെ ജയിലിൽ ഇപ്പൊ കിടക്കുന്നുണ്ട്? വഹാബി പണ്ഡിതന്മാരാരും വഹാബി പണ്ഡിതന്മാർ ഇല്ല. വഹാബിസം ഞങ്ങൾ ഈ നാട്ടിൽ നിന്ന് കയറ്റുമതി ചെയ്യുകയായിരുന്നു, ആ വഹാബിസം ഈ നാട്ടിൽ നിന്ന് ഞങ്ങൾ തുടച്ചു നീക്കും എന്ന് പറഞ്ഞ ആളുടെ പേരും ഇതേ, എന്താണ് ആളുടെ പേര്? മുഹമ്മദ് ബിൻ സൽമാൻ അല്ലേ? അദ്ദേഹം എന്തുകൊണ്ടാ പറഞ്ഞിട്ടുണ്ടാവും അത്? അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. 2013 ഭാഗമായിട്ട് അദ്ദേഹം കൂടുതൽ ആളുകൾക്ക് കിതാബ് തൗഹീദ് എല്ലായിടത്തും പഠിപ്പിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ ക്ലിപ്പ് ഒന്ന് അയച്ചുതരോ? അയച്ചുതരാം. കിതാബ് തൗഹീദ് അത് നമ്മൾ അബ്ദുൽ വഹാബിന്റെ കിതാബ് തൗഹീദ് ആയിരിക്കോ? തീർച്ചയായിട്ടും. വെരി ഗുഡ്. അപ്പൊ അദ്ദേഹം ഒരു വഹാബിയാണ്. അദ്ദേഹം ഇപ്പൊ നടത്തുന്ന നവീകരണ പ്രവർത്തനങ്ങൾക്ക്, വഹാബി ആശയങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ലാത്ത ഭയങ്കര സപ്പോർട്ടാണ്. അങ്ങനൊന്നും ഞാൻ പറയുന്നില്ല. എല്ലാവർക്കും അവരുടേതായ തെറ്റുകളുണ്ട്, കുറ്റങ്ങളുണ്ട്. ഓക്കെ.
അപ്പൊ എന്തായാലും നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി വിശദമായിട്ട് നോക്കിക്കോളിയും. ISIS അനിസ്ലാമികമാണെന്ന് വഹാബി പണ്ഡിതന്മാര് ഫത്ത് വർക്കിട്ട് കാര്യമില്ല. ഖുർആാനും ഹദീസും വെച്ചിട്ട് അത് തെളിയിക്കാൻ പറ്റണം. അവര് പറയുന്ന ഖുർആൻ ആശയങ്ങൾ അതങ്ങനെയല്ല എന്ന് മുഹമ്മദ് നബിയുടെ പ്രവർത്തനത്തിൽ നിന്ന് ഉണ്ടാവണം. കിട്ടും. ഞാൻ ഈ പറഞ്ഞ പോയിന്റുകളൊക്കെ നോക്കിയിട്ട് വിളിക്കും. ആയിക്കോട്ടെ. ശരി.